ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റീനീസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസിയിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് കാര്യങ്ങളാണെന്നുള്ളത് കാണിച്ചു തരട്ടെ. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കും. അതിന് മെയിനായിട്ട് വേണ്ടത് മൈദ ആണ്. മൈദ ഓപ്ഷണൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും കേട്ടോ. കാരണം എന്താ വെച്ചാൽ മൈദ തന്നെ വേണമെന്നില്ല, ഇത് ഗോതമ്പിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ബിസ്ക്കറ്റ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദ ആണ്. അതേപോലെ തന്നെ പൊടിച്ച പഞ്ചസാര, കൊക്കോ പൗഡർ, അതേപോലെ തന്നെ ഞാനൊരു ടേസ്റ്റ് വ്യത്യാസത്തിന് അതേപോലെ തന്നെ സ്റ്റൈലിനും വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു 50 ഗ്രാമിൻ്റെ ഒരു ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബേക്കിംഗ് പൗഡറാണ്. അപ്പം ഇതിൽ സ്കിപ്പ് ചെയ്യാവുന്നതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിന് മെയിനായിട്ട് വേണ്ടിയത് മൈദ, ബട്ടർ, പിന്നെ ബേക്കിംഗ് പൗഡർ, പിഞ്ച് സാൾട്ട്, ഷുഗർ, അത് മാത്രം മതി. ഈ കൊക്കോ പൗഡറും ഈ ബട്ടറിൽ തന്നെ നമുക്ക് നോർമൽ നെയ്യും വെച്ചിട്ട് ചെയ്യും കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 50 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ബിസ്ക്കറ്റിന്. നോർമൽ നെയ്യാണെങ്കിൽ തന്നെ അതിനേക്കാളും കൂടുതൽ ഈ ബട്ടറിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഇവിടെ ബട്ടർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു 50 ഗ്രാം ബട്ടറിൽ ലേശം ഒരു കുറച്ചോളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കണ്ട, ഒരു 5 മിനിറ്റ് വേണമെന്നില്ല, ഒരു 4-5 മിനിറ്റോളം ചെയ്താൽ തന്നെ നല്ലൊരു ഫ്ലഫി ആയിട്ട് വരും കേട്ടോ ഈ ഒരു ബട്ടർ. ഈ ബട്ടറിലേക്കാണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര, അതായത് പൊടിച്ച് വെച്ചത് ഒരു 1/2 കപ്പോളാണ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര ഉണ്ട് 1/2 കപ്പ്. അപ്പം ആ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടൊന്ന് കുറച്ചൊന്ന് ഫ്ലഫി ആയി വരുന്ന വരെ ഒന്ന് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കട്ടോ. ബിസ്ക്കറ്റൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം കണ്ടില്ലേ, ഇതുപോലെ കുറച്ചൊന്ന് ഫ്ലഫി ആയിട്ട് വരും. ഇങ്ങനെ മതി കേട്ടോ, ഒരുപാടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നു വേണ്ട, ഇത്തരത്തിലൊന്നും കുറച്ചൊന്ന് പൊന്തിയാൽ തന്നെ മതി. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര എടുത്തത് 1/2 കപ്പാണ്. അതേ 1/2 കപ്പിൽ തന്നെയാണ് മൈദയും എടുക്കുന്നത് കേട്ടോ. മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് 1/2 കപ്പോളം തന്നെയാണ് ഗോതമ്പ് എടുക്കുന്നത്. അപ്പം 1/2 കപ്പോളം ഞാൻ മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം 1/2 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട്, ഒരുപാടൊന്നും ഉപ്പ് വേണ്ട കേട്ടോ, ഒരു നുള്ള് ഒരു പൊടിക്ക് ഒരു പിഞ്ച് സാൾട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ്. അപ്പം അത് ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ 3 പൊടികളും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആകെ മെയിനായിട്ട് വരുന്നത് മൈദ, സാൾട്ട്, ബേക്കിംഗ് പൗഡർ, ബട്ടർ അല്ലെങ്കിൽ നോർമൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന നെയ്യ് കൊണ്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ബട്ടറും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ജസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൊഴിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ പൊടിയുടെ അത്ര തിക്നെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാവുക. സോഫ്റ്റായിട്ട് ബാറ്ററല്ല, ഒരു രീതിയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് തമ്മിൽ തന്നെ മിക്സ് ചെയ്താൽ മതി. അല്ലാതെ അതിലേക്ക് വെള്ളത്തിൻ്റെതോ പാലിൻ്റെതായ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അഥവാ അതിലേക്ക് ആവശ്യം വരുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 1/2 ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണൊക്കെ ആവശ്യത്തിന് മിൽക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഈ ഒരു ബട്ടർ, ഇതാണ് ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. ഈ ഒരു അളവിൽ തന്നെ നമുക്ക് കൊഴിച്ചെടുത്താൽ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് മിക്സ് ചെയ്തത് കണ്ടാൽ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ. അപ്പോൾ ഇത് തന്നെ നമുക്ക് നന്നായിട്ട് കൊഴിച്ചെടുക്കാൻ കഴിയും. ഒരു പൊടിൻ്റെ തിക്നെസ്സിലൊന്നും അല്ല കേട്ടോ ഉണ്ടാവുക, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരിവാണ്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ കണ്ടില്ല, നല്ല കൊഴിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇത് തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേമാതിരി കറക്റ്റ് ചെയ്യാൻ കഴിയും. അതേ സ്ഥാനത്ത് ഈ ബട്ടറിൻ്റെ അളവ് നമ്മൾ ഫുള്ളോ 50 ഗ്രാം ഫുൾ അല്ലെങ്കിൽ 1/2 കപ്പോളം ഫുള്ള് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ലൂസാവുന്ന സമയത്ത് കുറച്ച് മൈദ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കൊഴിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പം ഇത് കറക്റ്റാണ്. ഇതിൽ കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ശേഷം ഞാൻ ഈ പൊടി 2 തരത്തിൽ ചെയ്യാണ്. ഒന്നിൽ ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണ്, ഒന്ന് അതേപോലെ തന്നെ ചെയ്യാൻ കേട്ടോ. കൊക്കോ പൗഡർ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു ഭംഗിക്ക് അതേപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഒരു ഭാഗം ഞാൻ ഒരു പകുതി ആക്കിയിട്ട് ഒരു ഭാഗത്ത് 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ആ ഒരു കളർ ചേഞ്ച്, ആ ഒരു കൊക്കോ പൗഡറിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊരു കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 1 ടേബിൾ സ്പൂണോളം നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാകുമ്പോൾ ചിലപ്പം വെള്ളത്തിൻ്റെ അംശം കുറയാനും കുറച്ച് തിക്കാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ തിക്കാവുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു 1/2 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം 1/2 ടീസ്പൂണോളം നമുക്ക് എന്താണ് ആവശ്യം വരുന്നത് അത്തരത്തിൽ കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം വേണ്ട, കുറച്ച് പാല് അത്തരത്തിലുള്ളതൊക്കെ ചൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു വൈറ്റ് കളറൊക്കെ മാറി ആ കൊക്കോ പൗഡറിൻ്റെ കളർ, ആ ഒരു ചോക്ലേറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. ഇങ്ങനെ കുഴക്കുന്ന സമയത്താണ് വെള്ളത്തിൻ്റെ പോരായ്മ തോന്നിയത്, അല്ലെങ്കിൽ അതൊന്നും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പിടിക്കാൻ കിട്ടാത്ത ഒരു തരത്തിലായപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മിൽക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഒരു 1/2 ടീസ്പൂണോളം മതി കേട്ടോ. ഞാൻ അത്രേ ചേർക്കുന്നുള്ളൂ, കാരണം ഒരുപാട് വെള്ളമായിപ്പോയി നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ നമുക്ക് റോൾ ചെയ്യാൻ ആ ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ആവരുത്, കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മിൽക്ക് കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ 2 കളറിൽ വന്നിട്ട് അതിന് ഒരു പ്രത്യേക ഭംഗിയൊക്കെ കൊടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഷേപ്പിലും വ്യത്യാസത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ട് കുട്ടികൾക്ക് കഴിക്കാനോ അല്ലെങ്കിൽ കാണാനും തന്നെ ഒരു പ്രത്യേക ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് വെറൈറ്റി സ്റ്റൈലിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഈ വൈറ്റ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പരത്തി കൊടുത്താലും മതി, അല്ലെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ അതും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ഞാൻ ഫസ്റ്റ് 2-3 തരത്തിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ഭംഗിയാണല്ലോ, വെറൈറ്റി മോഡലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അധികം നല്ല തിന്നാവാൻ പാടില്ല, അതേപോലെ തന്നെ നല്ല കട്ടിയായാലും ഭയങ്കരമായിട്ട് ഉറപ്പുണ്ടാവും. അപ്പം ഈ ഒരു ലെവലിൽ, മീഡിയം ലെവലിൽ, അധികം തിന്നാവണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ ഇതൊന്ന് ചുറ്റും നല്ല ലെവൽ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അത്തരത്തിലാണ് ഞാനിവിടെ ഫുള്ളും ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കൈകൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു അടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബൗളാക്കിയിട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ വേഗം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഞാൻ കുറച്ച് വേറെ മോഡലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയ്യിലിട്ടിട്ട് തന്നെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആ ചോക്ലേറ്റിൻ്റെത് അല്ലെങ്കിൽ അതേപോലെ തന്നെ ആ മൈദയുടേതും ഇതേപോലെ രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് രണ്ടും കൂടി ഇതേപോലെ തന്നെ 3-4 ഒപ്പിച്ചൊരു മാർബിൾ ആ ഒരു ലുക്കിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ മാറ്റിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ അത്തരത്തിലൊക്കെ 2-3 മോഡലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ബിസ്ക്കറ്റൊക്കെ നോർമലി കഴിക്കാനൊക്കെ ഒരേ ടേസ്റ്റ് തന്നെ. അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ 2-3 സ്റ്റൈലിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാണ് കേട്ടോ. ഇതേപോലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നടുവിൽ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയൊരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ചോക്ലേറ്റ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ഷേപ്പായിട്ട് കണ്ടില്ലേ, ഇത്തരത്തിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഈ വൈറ്റും ഒരു ബ്രൗണും എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാർബിളിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും. അങ്ങനെ ഒരുപാട് ഷേപ്പും കാര്യങ്ങളും ഒരു വെറൈറ്റി കളേഴ്സൊക്കെ ആകുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് വെറൈറ്റിയിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ ബിസ്ക്കറ്റ് എപ്പോഴും കുറച്ച് കുഞ്ഞതായിട്ട് ബോളാക്കി എടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങാനും ഒന്ന് പൊന്തി വരാനും കുറച്ച് വലുപ്പം വെക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ബിസ്ക്കറ്റ് ആക്കിയിട്ട് എടുക്കട്ടോ. വലിയ റൗണ്ട് അല്ലെങ്കിൽ വലിയ ബൗളാക്കിയിട്ടൊന്നും എടുക്കണ്ട. ഞാനിതിങ്ങനെ 2-3 മിക്സ് ചെയ്യുന്ന സമയത്താണ് ഇത്രയും വലിയ ബിസ്ക്കറ്റായിട്ട് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലാകുമ്പോൾ അത്ര സീൻ ഉണ്ടാവില്ല. നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ചെറിയ ബൗളും ചെറിയ റൗണ്ടും ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ അത്തരത്തിലൊരു മാർബിൾ ഷേപ്പിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ വെറൈറ്റി മോഡലിലൊക്കെ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് ലൈൻസും ചെക്സും കാര്യങ്ങളൊക്കെ വരച്ചിട്ടൊക്കെ ഒരു മോഡലിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും അടുത്തടുത്ത് വെക്കാൻ പാടില്ല കേട്ടോ. അതെനിക്ക് ഒരബദ്ധം പറ്റിക്കണി, അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്താം കേട്ടോ. കാരണം അങ്ങനെ വെച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഒരു 2-3 മാത്രം ബേക്ക് ചെയ്യാൻ വെക്കുക. കാരണം അത് ബേക്കിംഗ് പൗഡറൊക്കെ ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് വലുപ്പം വെക്കാനും കുറച്ചൊരു പൊങ്ങാനൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു നല്ല രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വീട്ടിൽ ഈസിയാണ്, ഒരുപാട് പണിയൊന്നുമില്ല. ഇതിങ്ങനെ മോഡലാക്കി എടുക്കുന്നതിനെ കൊണ്ടാണ് ഒരുപാട് അതിൽ വെറൈറ്റീസ് നോക്കുമ്പോഴാണ് ഒരുപാട് സമയമൊക്കെ പിടിക്കുന്നത്. നോർമലി നമ്മൾ ചെറിയ ബൗളാക്കിയിട്ട് ജസ്റ്റ് മൂടിയിൽ വെച്ചിട്ട് ഓരോരോ ബിസ്ക്കറ്റ് ആക്കിയിട്ട് അതാകുമ്പോൾ ഒരേ ഷേപ്പ് ആയിരിക്കും കേട്ടോ കിട്ടുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പം അത്തരത്തിൽ വേറൊരു മോഡൽ ഞാൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു 5-6 മോഡലോളം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നൈഫ് വെച്ചിട്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചെക്സും ലൈൻസൊക്കെ വെച്ച് ഇതേപോലെ തന്നെ സ്റ്റൈലാക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. ഇങ്ങനെ ഒരു 5-8 പോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കി. കാരണം എപ്പോഴും ഒരേ ലൈൻസ് മാത്രം പോരല്ലോ. അപ്പോൾ കുറച്ച് വെറൈറ്റി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതാണ്. അപ്പം കണ്ടില്ലേ. അപ്പോൾ എല്ലാം ഇതേപോലെ അതിൻ്റെ അരുവൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കാണ്ട് ബിസ്ക്കറ്റ് എപ്പോഴും, അല്ലെങ്കിൽ പരന്ന് കിടക്കുമ്പോൾ ജസ്റ്റ് പൊടിഞ്ഞു പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം വക്കും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അരുവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തട്ടിക്കൊടുത്ത് നല്ല ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു 5-8 പോലെ ഉണ്ട് കേട്ടോ ബിസ്ക്കറ്റ്. അപ്പം അതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ബേക്ക് ചെയ്യാൻ ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ഈ ദോശക്കല്ല് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗ്യാസ്മേലേക്ക് ഒരിക്കലും വെക്കരുത് കേട്ടോ. ഗ്യാസ്മേലേക്ക് വെക്കുന്ന സമയത്ത് തട്ട് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം തട്ട് ചൂടായതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടർ ഒഴിച്ച് കൊടുത്താണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ പാൻ വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ടുള്ള ഹീറ്റോ കാര്യങ്ങളൊന്നും പാടില്ല. അതേമാതിരി സിമ്മിൽ തന്നെ ആയിരിക്കണം കേട്ടോ. തീ ഒരിക്കലും ചൂട് കൂട്ടാൻ പാടില്ല. സിമ്മിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശത്തോളം ഒരു 20 മിനിറ്റ് കറക്റ്റ് സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്. ചില ഗ്യാസിൻ്റെ ചൂട് അനുസരിച്ചിട്ട് 20 മിനിറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരു സ്മെല്ല് ചേഞ്ചസ് ഒക്കെ വന്നാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പോയിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേമാതിരി ഇത് അടിച്ച് വെക്കുന്ന സമയത്ത് ആ വിസിൽ വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കട്ടെ, അല്ലെങ്കിൽ അതിലേക്ക് ആ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് അത്ര തന്നെ അടുപ്പിച്ച് വെക്കാതിരിക്കാനും ശ്രമിക്കുക. അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ അടുപ്പിച്ച് വെച്ചപ്പോൾ കിട്ടിയ പണിയാണ്. കാരണം എല്ലാം കൂടി മിക്സ് ആയിപ്പോയി. കാരണം കാരണം കുറച്ച് വിട്ടിട്ടാണ് വെച്ചെങ്കിൽ പോലും അത് എല്ലാം കൂടി ഒന്ന് ബേക്കായി വന്നപ്പോൾ, അത് പൊങ്ങി വന്നപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി പോയിട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളും ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടതിലാണ് കേട്ടോ. ആ ഒരു രീതി മതി 2-3 വെച്ചിട്ട് ചെയ്തപ്പോഴാണ് ആ ഒട്ടിപ്പിടിക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് ചൂടാറിയതിന് ശേഷം അത് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുത്ത സമയത്ത് മുകളിൽ കുറച്ചൊരു തൊടുമ്പോൾ കുറച്ച് ഒരു ഇത് നനവ് തോന്നെങ്കിലും അത് കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മോൾ അതേപോലെ നനവ് കാണുന്നതാണെങ്കിലും ഓഫ് ചെയ്യാതിരിക്കരുത്. അടി കരിയാനും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പം ഒരു 15 മിനിറ്റ് മാക്സിമം അത്ര മതി കേട്ടോ. ഒരുപാട് സമയം വെച്ചാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കളർ ചേഞ്ചസ് ഒക്കെ മാറും. അപ്പം 15 മിനിറ്റ് 20 മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കി നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട്. എൻ്റെ ഇതിൻ്റെ കുറച്ച് വലിപ്പം കൂടിയതൊക്കെയാണ് ഇതിൻ്റെ സംഭവിച്ചത്. കാരണം വലിപ്പം കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, വീട്ടിലാവുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പുറത്തൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കാര്യത്തിലൊക്കെ ഒന്ന് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും ടേസ്റ്റും അതേപോലെ തന്നെ അതിൻ്റെ ആ ക്രഞ്ചി ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുണ്ടാകുന്ന അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ബിസ്ക്കറ്റിൻ്റെ ഒക്കെ. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടനെ അമർത്താനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.